നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. അടവു നയത്തിന്റെ തിരയും ചുഴിയും. സ്വയം വിമർശനത്തിനും വിവാദങ്ങൾക്കും വേദിയൊരുക്കി CPM 21ാം പാർട്ടി കോൺഗ്രസിന് നാളെ വിശാഖപട്ടണത്ത് തുടക്കം. ചർച്ചകൾ നങ്കൂരമിടുന്നത് പുതിയ അടവുനയ രേഖയിൽ. അടവുനയത്തിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സീതാറാം യെച്ചൂരിയില്ല. പകരം S രാമചന്ദ്രൻ പിള്ള. സംഘടനാ റിപ്പോർട്ടിൽ VSന് രൂക്ഷ വിമർശനം. VSന് നേരെ വിമർശനശരം അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ. അടിസ്ഥാന സംഘടനാ തത്വങ്ങൾ ലംഘിച്ചെന്ന് ആക്ഷേപം. എന്നാൽ സംസ്ഥാന ഘടകം PBയിൽ വച്ച കുറ്റപത്രം റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയില്ല. ചർച്ചകളിൽ മുൻതൂക്കം പാർട്ടി ശക്തമാക്കാനുള്ള വഴികൾക്ക്. മുന്നണി വിപുലീകരണവും മുഖ്യ വിഷയം. പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ SUCI CPIML കക്ഷികളും. നോട്ടമിട്ടത് നടക്കുമോ? ക്ഷേത്ര സ്വർണം ബാങ്ക് നിക്ഷേപമാക്കുന്ന കേന്ദ്ര പദ്ധതിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഉൾപ്പെടുത്താൻ സാങ്കേതിക തടസ്സങ്ങൾ. പ്രധാന തടസ്സം ക്ഷേത്രഭരണവും നിധിശേഖരവും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ എന്നത്. അമൂല്യ പുരാവസ്തു ശേഖരം ഒരുക്കി ശുദ്ധി പരിശോധിക്കുന്നതിനും നിയമതടസ്സം. കാണിക്ക സ്വർണത്തിൽ കണ്ണുവയ്ക്കുന്ന കേന്ദ്ര പദ്ധതിയിൽ എതിർപ്പുമായി കേരളം. കേന്ദ്രത്തിന്റെ നിക്ഷേപ പദ്ധതി പ്രഖ്യാപനം അടുത്ത മാസം. ലക്ഷ്യം സ്വർണ്ണ ഇറക്കുമതി കുറച്ച് വിദേശ നാണ്യ കമ്മി കുറയ്ക്കാൻ. മുൻ സർക്കാരിന്റെ കാലത്ത് പദ്ധതിയെ എതിർത്ത BJPയുടെ നയമാറ്റത്തിൽ വ്യാപക പ്രതിഷേധം. രാജ്യത്തെ ക്ഷേത്രങ്ങളിൽ ആകെ സ്വർണ്ണ നിക്ഷേപം 3000 ടണ്ണിലധികമെന്ന് നിഗമനം. നിക്ഷേപത്തിന് സമ്മതവുമായി മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രവും ഷിർദി ശ്രീ സത്യസായി ബാബ ക്ഷേത്രവും. മനം മാറ്റവും മാണി ട്രിക്കും. മാണിയുടെ പുതിയ തന്ത്രങ്ങളെ ചൊല്ലി കേരള കോൺഗ്രസിൽ ജോസഫ് പക്ഷത്തിന് മുറുമുറുപ്പ്. PC ജോർജിനെ പുറത്താക്കിയ സ്ഥാനത്ത് PC തോമസിന് ഇടം നൽകാനുള്ള നീക്കത്തിൽ നീരസം. തനിക്കും K മാണിക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ നടത്തിയിട്ടുള്ള തോമസിന്റെ മനംമാറ്റം അവസരവാദപരമെന്ന് PJ ജോസഫ്. നീക്കം സംശയകരമെന്നും ആക്ഷേപം. മാണിയും മകനും അഴിമതിക്കാരാണെന്ന് കരുതുന്നില്ലെന്ന പ്രസ്താവനയുമായി PC തോമസിന്റെ ഐക്യശ്രമം. മാണിയോടുള്ള ആഭിമുഖ്യത്തിൽ തോമസ് പക്ഷത്തു തന്നെ അഭിപ്രായ ഭിന്നത. അടുത്ത തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ PC ജോർജിന് പകരം PC തോമസിനെ മത്സരിപ്പിക്കാൻ മാണിയുടെ മനസ്സിലിരിപ്പ്. ഏതു വെല്ലുവിളിയും നേരിടാൻ PC ജോർജ്. യുദ്ധഭൂമിയുടെ നരകവാതിൽ. യമനിൽ വ്യോമാക്രമണം നിർത്തണമെന്ന ഇറാന്റെ ആവശ്യം തള്ളി സൗദി സേന. ആക്രമണം കൂടുതൽ മേഖലകളിലേക്ക്. യുദ്ധമുഖം കൂടുതൽ രക്തരൂഷിതം. ഹൂതി പോരാളികളുടെ ആക്രമണത്തിൽ 3 സൗദി സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സൗദിയുമായി അതിർത്തി പങ്കിടുന്ന 96 ഗ്രാമങ്ങളിൽ സൗദിയുടെ കുടിയൊഴിപ്പിക്കൽ. യമനിൽ കര നാവിക യുദ്ധത്തിനും കളമൊരുക്കം. ഏതൻ കടലിടുക്ക് ലക്ഷ്യമിട്ട് ഇറാൻ യുദ്ധക്കപ്പലുകൾ. അതിർത്തികളിൽ വ്യാപക സൈനിക നീക്കവുമായി സൗദി. നരകഭൂമിയായി യമൻ. ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.